തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രതിയെ പിടികൂടി. പ്രതി ഇന്ന് നിർണായകമായ മൊഴി നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഇവരുടെ പരിചയക്കാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. അവരിൽ ചിലർ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. അതിനെ ക്ഷണിച്ചു വരുത്തിയതാണ് ഈ മരണം എന്നതടക്കമുള്ള പ്രതികരണമാണ് നാട്ടുകാർ നടത്തിയിരിക്കുന്നത്. അവരുടെ പ്രതികരണത്തിലേക്ക് ഇത്തിരി നേരം ആൾക്കാരെല്ലാം ഇവിടെ ഒരു 10:30 മണിക്ക് ഈ പ്രതിയെ ഇവിടെ തെളിവെടുപ്പിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ കൂടി നിന്ന്, പക്ഷെ ഉപദ്രവിക്കാനൊന്നുമല്ല, പ്രതിയെ കാണാൻ വേണ്ടിയാണ്. പക്ഷേ പ്രതിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് പ്രതിയെ കൊണ്ടുവന്നില്ല. അപ്പം വേറെ അന്വേഷിച്ചവൻ പറഞ്ഞ് എന്താ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് വൈകിട്ട് എപ്പോഴെങ്കിലും കൊണ്ടുവരുമെന്നാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ. പക്ഷേ കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ജനങ്ങൾ ഇനി പുള്ളിയെ ഉപദ്രവിക്കുമോ എന്നുള്ളൊരു പേടിയിലായിരിക്കും ചിലപ്പം 2 ദിവസം കൂടെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഇത് വൈകിട്ടേ കൊണ്ടുവരുള്ളൂ എന്ന് പറയുന്നത്. പക്ഷേ എപ്പോഴും കൊണ്ടുവരും, ഏതൊരു സമയത്ത് കൊണ്ടുവരുന്നത് ആൾക്കാർക്ക് പ്രതിയെ കാണണം. ഇവൻ എവിടെ നിന്ന് ഈ കൊല്ലക്കാരനെന്ന് പറയുന്നത്, പക്ഷെ കൊല്ലക്കാരൻ താമസിക്കുന്നത് ഇപ്പം എറണാകുളത്ത് നിന്നല്ലേ പറയുന്നത്. അവൻ അവിടെ നിന്ന് ഇവിടെ വന്ന് ഈ കൊല ചെയ്യണമെങ്കിൽ അവൻ ഏത് രീതിക്കാരനാണെന്ന് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ കൊല ഇവിടെ ഒരുപാട് ജനക്കൂട്ടങ്ങളുള്ളതാണ്. പക്ഷെ അന്ന് ഇവിടെ ആൾക്കാരില്ലായിരുന്നു. അവൻ വന്ന് ചെയ്തിട്ട് അവൻ ഇവിടുത്തെ ആ ലേഡീസിൻ്റെ സ്കൂട്ടി എടുത്തുകൊണ്ട് തന്നെ അവൻ കടന്നു കളഞ്ഞ്, എന്നിട്ട് ചെറിയ കീഴ് ഉപേക്ഷിച്ചിട്ട് അവൻ ട്രെയിൻ കയറി പോയെന്ന് പറഞ്ഞു. ഇന്നലെ കോട്ടയത്തിട്ട് പിടിച്ചെന്ന് പറയുന്നു. അപ്പം പ്രതിയെ കിട്ടിയപ്പം എല്ലാവർക്കും അവനെ കണ്ടുകൊള്ളാൻ വയ്യാതെ നിൽക്കുകയാണ്. ഇനി എപ്പോഴാണ് ഇവിടെ തെളിവെടുപ്പിനെ കൊണ്ടുവരണമെന്ന് പറയാൻ പറ്റൂല. അപ്പോഴേ ഇതിൽ നമുക്ക് വേറെ ഒന്നും പറയാനും ഇല്ല. ഇങ്ങനെ ഒരു ദയനീയമായിട്ടുള്ള ഒരു സംഭവം നടന്നതിൽ എല്ലാവർക്കും കൂടെ വിഷമമുണ്ട്. സ്ത്രീയെ പറ്റി ആരും അങ്ങനെ ഒന്നും തെറ്റിദ്ധരിച്ചിട്ടില്ല. അതുപോലെ പൂജാരിയുടെ ഭാര്യയും കൂടെ അല്ലേ. അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഒരു ചിന്താഗതിയെ വന്നിട്ടില്ല. പക്ഷെ ഇങ്ങനൊരു സംഭവം നടന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ലെവലിലേക്ക് ഈ സ്ത്രീ പോയെന്നുള്ളൊരു ചിന്താഗതി ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ. മനസ്സിലായില്ലേ? എല്ലാവർക്കും അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ പൂജാരിയെ പോലെ നമ്മൾ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. ഇവിടുത്തെ പൂജാരിയെ 10-25 കൊല്ലത്തിന് പുറത്തായെന്നാണ് പറയണത് ഇവിടെ വന്നിട്ട്. അല്ലാതെ പുള്ളിക്കാരാക്കും ഒരു ഉപദ്രവക്കാരനൊന്നുമല്ല. പക്ഷേ ഇങ്ങനെ ഒന്ന് സംഭവിച്ചു പോയി. പിന്നെ നമുക്ക് നല്ല ബന്ധമാണ്. നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോറ്റിയായിട്ടുള്ള ഒരു ബന്ധത്തിൽ നമ്മൾ അവരായിട്ട് നല്ല പരിചയമാണ്. സംഭവം പറയാൻ കാരണം ഈ ചേച്ചിയെ കൂടെ കിട്ടിക്കൊണ്ട് വന്നിട്ട് ഒരു 8-10 വർഷത്തിനകത്തേ ആവുള്ളൂ. അവരുടെ കല്യാണ ഓട്ടത്തിന് വണ്ടി എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? കല്യാണത്തിന് ഞാനാണ് വണ്ടി വിട്ടുകൊടുക്കുന്നതും ഞാൻ തന്നെ അറേഞ്ച്മെൻറ്റ് ചെയ്ത് ആൾക്കാരായ കൊണ്ടുപോകാൻ എന്നെയാണ് ഏൽപ്പിച്ചത്. ഞാൻ തന്നെ കൊണ്ടുപോയത്. അതുകൊണ്ട് ഇവരെ കല്യാണത്തിന് ഞങ്ങൾ പങ്കെടുത്തതാണ്. അപ്പോൾ അന്ന് മുതൽ ഈ ചേച്ചിയായിട്ടും നല്ല പരിചയമാണ്. അല്ലാത്ത രീതിയിൽ ഇപ്പം ഇങ്ങനെ സംഭവം നേരത്തെ നമ്മളെ കാണുമ്പം എന്താണ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ പോറ്റിയായിട്ടുള്ള ഒരു ബന്ധത്തില്ലേ വേറെ ഒരു അല്ലാത്ത രീതിയിൽ നമുക്ക് ആ സ്ത്രീയെ പറ്റി ഒന്നും പറയാനില്ല. നല്ലൊരു മര്യാദയാണ്. പക്ഷെ ഇങ്ങനെ സംഭവിച്ചു പോയത് എങ്ങനെയാണ് നമുക്കറിയത്തില്ല. അത് മാത്രമല്ല, അന്ന് ഒരുപാട് പേര് പറഞ്ഞതാണ് ഇങ്ങനെ ഒരു ഭീഷണി ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇയാൾ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ പ്രതിരോധിച്ചേനെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിരോധം അല്ല അങ്ങനെ പോറ്റിയുടെ ഭാര്യയെ പോറ്റിനപ്പം ഇത് സംഭവം നടന്നതിന് ശേഷം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഭീഷണി ഉണ്ട്. അപ്പം പോലീസുകാരായിട്ട് ബന്ധപ്പെടാമെന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ പറഞ്ഞ് അങ്ങനെ നിങ്ങൾ പോലീസുകാരായിട്ട് നാട്ടുകാരെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനും മോനും തൂങ്ങിച്ചെത്തുള്ളൂ. ഇത് എനിക്ക് നാണക്കേടിനൊരു അഭിമാനമായിട്ട് മാറും. അതുകൊണ്ട് ഞാനിത് ഒതുക്കി തീർത്തോളാം എന്നാണ് പറഞ്ഞപ്പം പോറ്റി അതിനേക്ക് അങ്ങ് വഴങ്ങി. അത് പറഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷേ കൊച്ചിനെ 8:30-ക്ക് 8:40 ഇവിടെ നിന്ന് കൊച്ചിനെയും കൊണ്ട് സ്കൂൾ വരേണ്ടി വരും. അതിൽ കയറ്റി വിടും. അത് കഴിഞ്ഞിട്ട് പോറ്റി ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞ് ഞാൻ എന്തെങ്കിലും കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞ ആൾ പിന്നെ കാണാനില്ല. പിന്നെ പോറ്റി പൂജ എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് നോക്കിയപ്പം പോറ്റിയുടെ ഭാര്യ ഇങ്ങനെ ഔഷധയിൽ കിടക്കുന്നതാണ് കണ്ടതെന്ന് പറയുന്നത്. അത് മാത്രമല്ല, അതിസമർത്ഥനായ ഒരു കൊലയാളി എന്നുകൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാം. രാവിലെ 6:30 മുതൽ ഈ പരിസരത്തൊക്കെ കറങ്ങി തിരിഞ്ഞ്. പക്ഷെ അങ്ങനെ ഈ പറയാൻ പോലെ ശരിയാണ്. അങ്ങനെ ഇവിടെ ഒരു സൂചന ഉണ്ടായിരുന്നെങ്കിൽ അവനെ ഇവിടെ ഉള്ള പയ്യന്മാർ
ഇവിടുത്തെ നാട്ടുകാരായിട്ട് വളഞ്ഞിട്ട് പിടിച്ചനെ ഇപ്പം പിടിച്ച് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ചെയ്തതിനായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു പോറ്റിയുടെ ഭാര്യ പോറ്റിയിട്ട് ഇങ്ങനെ ഒരു സൂചന കൊടുത്തപ്പം പോറ്റി അത് വെളിയിൽ വിടണ്ട ഒതുക്കി തീർക്കാമെന്നല്ലേ പറഞ്ഞിരിക്കും. പക്ഷെ ഇങ്ങനെ കൊല്ലുമെന്ന് വിചാരിച്ചില്ലല്ലോ, മനസ്സിലായില്ലേ? ഇങ്ങനെ ഈ ഒരു സംഭാഷണം ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. പക്ഷേ 11:45 വന്നപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ഇല്ലായിരുന്നു. എൻ്റെ ഭാര്യ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് വണ്ടിയുണ്ട്, ഞാൻ വണ്ടിയും കൊണ്ട് ഓട്ടത്തിൽ കിടന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെ സംഭവിച്ചു, പോറ്റിയുടെ ഭാര്യ ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു പോയെന്നാണ് ഞാനും ആലോചിച്ചത്. പിന്നെ എനിക്കതിൽ പറയാനൊന്നും ഇല്ല എന്ന് വെച്ചാൽ ഞാനത് ഒരു ഔഷധ പോലെ ആയിപ്പോയി.